ആരോഗ്യ മേഖലയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മേയോ ക്ലിനിക് സ്ഥിതി ചെയ്യുന്ന റോച്ചസ്റ്ററിലേക്ക് ഒരു യാത്ര പോകാം. നേരിട്ട് റോച്ചസ്റ്റർ വരെ എത്താനായിട്ട് ഫ്ലൈറ്റുകൾ കുറവാണ്. പക്ഷേ കണക്ഷൻ ഫ്ലൈറ്റ്സിലൂടെ നമുക്ക് റോച്ചസ്റ്ററിലെത്താം. മെയിനായിട്ടുള്ളത് മിനിയാപോളിസ് എയർപോർട്ടാണ്. മിനിയാപോളിസിൽ നിന്ന് എപ്പോഴും നമുക്ക് റോച്ചസ്റ്ററിലേക്ക് ഫ്ലൈറ്റ് കിട്ടും. ഇതാണ് വെൽക്കം ടു മിനിസോട്ട. ഈ മിനിയാപോളിസ് ഇത് മിനിസോട്ടയിലാണ്. ഇതാണ് മേയോ ക്ലിനിക്കിൻ്റെ ക്യാമ്പസ് ഏരിയ. ലോകത്തിലെ വലിയ നേതാക്കളും അങ്ങനെയുള്ളവരെല്ലാവരും ഹെൽത്ത് കെയറിന് ആശ്രയിക്കുന്ന മെയിനായിട്ടുള്ള ഹോസ്പിറ്റലാണ് ഈ മേയോ ക്ലിനിക്ക്. ഈ മേയോ ക്ലിനിക്കിന് മെയിൻ ഏരിയ ആയത് റോച്ചസ്റ്ററിലുള്ളത്. US സിറ്റിസൺസിനും അവരുടെ അപ്പോയിൻമെൻ്റ് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കിട്ടും. ഈ കാണുന്നതാണ് ഫേമസ് ആയിട്ടുള്ള മേയോ ബ്രദേഴ്സിൻ്റെ സ്റ്റാച്യു. ഡോക്ടർ വില്യം ആൻഡ് ഡോക്ടർ ചാൾസ് മേയോ, അപ്പോൾ അവരുടെ സ്റ്റാച്യു ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ മേയോ ക്ലിനിക്ക് വരുന്ന എല്ലാവരും ആ ഒരു സ്റ്റാച്യുവിൻ്റെ കൂടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പം ഞാനും അവിടെ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഈ റോച്ചസ്റ്റർ മൊത്തം തന്നെ ഒരു മേയോ ക്ലിനിക്കിൻ്റെ ഒരു അണ്ടറിലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ടും നല്ല ഭംഗിയിലും എല്ലാമാണ് അവരിവിടെ കീപ്പ് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന രണ്ട് സ്റ്റാച്യു ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇത് മേയോ ബ്രദേഴ്സിൻ്റെ ഫാദറായ മേയോ സെയിൻറ്റ് ഫ്രാൻസിസ് ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ച നടത്തി. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായതാണ് ഈ മേയോ ക്ലിനിക്ക്. അപ്പോൾ അതിൻ്റെ വെച്ചിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ചർച്ചസ് ഉണ്ട്, പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ് ഉണ്ട്, ഗാർഡൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന കാര്യങ്ങളാണ്. ലോകത്തിലെ ഒന്നാമത്തെ ഹെൽത്ത് കെയർ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹോസ്പിറ്റൽസും പിന്നെ കോളേജസ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഒരുപാട് പഠിക്കാൻ വരുന്നവർ, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരെല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയും ഉണ്ട്, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയുടെയും ഒരു മെയിൻ ഏരിയയാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലുമായിട്ട് കണക്റ്റഡ് ആണ് ഇവിടെ ഈ കാണുന്ന എല്ലാ ബിൽഡിങ്ങുകളും. ഒന്നുകിൽ ഹോട്ടൽസ് ആകാം, അല്ലെങ്കിൽ ചാപ്പൽസ് ആകാം, അല്ലെങ്കിൽ കോളേജസ് ആകാം, അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റേക്കുള്ള ഏരിയാസ് ഉണ്ടാവാം പേഷ്യൻസിനൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഏരിയാസാണ് ഇവിടെയുള്ളത്. ഈ കാണുന്നത് ഒരു രസകരമായ ഒരു വാളാണിത്. അതൊരു പ്രെയർ വാളാണ്. അപ്പം അവിടെ ഇങ്ങനത്തെ റിബൺസ് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് പ്രെയർ എന്ന് വെച്ചാൽ അത് വിഷ് ചെയ്തിട്ട് പ്രേ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കാം. അപ്പം ആ പ്രെയറൊക്കെ അഡ്രസ്ഡ് ആവും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും ഇവിടെ വേറെ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ കാണാം. ഇവിടെ ഷട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സസ് ഉണ്ട്. ഇതൊക്കെ ഫ്രീ ഷട്ടിൽ ബസ്സസ് ആണ്. പേഷ്യൻസിന്, സ്റ്റുഡൻസിന്, ഹെൽത്ത് കെയർ വർക്കേഴ്സിന്, വിസിറ്റേഴ്സിന് എല്ലാവർക്കും അത് യൂസ് ചെയ്യാം. ഈ മെയിൻ മേയോ ക്ലിനിക്കിൻ്റെ സൈഡിലായിട്ട് മെത്തേഡിസ്റ്റ് ഹോസ്പിറ്റലും ഉണ്ട്, അതേപോലെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലും ഉണ്ട്. അപ്പോൾ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലൊക്കെ ഒരുപാട് പഴക്കമുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ വന്നിരിക്കുന്നത് മെയിനായിട്ടുള്ള മേയോ ബിൽഡിങ്ങിൻ്റെ ഏരിയയിലാണ്. കുറേ സ്റ്റാച്യൂസ് ഉണ്ട് ഇവിടെ, പല പല ടൈപ്പിലെ സ്റ്റാച്യൂസ്. പിന്നെ ഈ കാണുന്നത് ഒരു ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ആണ്. എവിടെ നോക്കിയാലും കുറേ ആർക്കിടെക്ചറൽ കാര്യങ്ങളൊക്കെ കാണാം. ഇങ്ങനെ ഓരോ സ്റ്റാച്യൂസ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ ചെറിയ ചെറിയ മ്യൂസിയംസ്, ആളുകൾക്കൊക്കെ വന്നിരുന്ന് വായിക്കാനൊക്കെയുള്ള ലൈബ്രറീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. ഈ റോച്ചസ്റ്ററിലുള്ള ആളുകളുടെ ലൈഫ് ടോട്ടലി മേയോയ്ക്ക് ചുറ്റും തന്നെയാണ്. ഇവിടെയുള്ളവരെല്ലാവരും ഒന്നുകിൽ ഡോക്ടേഴ്സ് ആകാം, നേഴ്സസ് ആകാം, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആകാം, സ്റ്റുഡൻസ് ആകാം, അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ്, ഇവരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ അവർക്കൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളാണ് കൂടുതലും. ഹോട്ടൽസ് ഒരുപാടുണ്ട്, പിന്നെ ഒരു ഡൗൺ ടൗൺ ഏരിയ ഉണ്ട്. അത്യാവശ്യം ഇവിടെ വരുന്നവർക്കെല്ലാം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് ഡെലിഗേറ്റ്സും ഒരുപാട് വിസിറ്റേഴ്സും ഒക്കെ വരുന്ന ഒരു ഏരിയയാണിത്. ഇത് പ്ലമ്മർ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ഇത് വളരെ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഭയങ്കര ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ വിസിറ്റേഴ്സായിട്ട് വരുന്നവർക്കൊക്കെ പോയിട്ട് ഇതെല്ലാം കാണാം. നമ്മളിവിടെ പേഷ്യൻ്റായിട്ടൊന്നും വരേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നടന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിനുള്ളിൽ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. ഇവരുടെ ഒരു ഹിസ്റ്ററി ഓഫ് മെഡിസിൻ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. ഇതാണത്. ആ ഹിസ്റ്ററി ഓഫ് മെഡിസിനൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു മേയോയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നിരുന്നത്. അപ്പം ഇതിനകത്ത് മേയോ ബ്രദേഴ്സിൻ്റെയൊക്കെ ഓഫീസൊക്കെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അന്നൊക്കെ യൂസ് ചെയ്തിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ബിൽഡിങ്ങിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് ഗൈഡഡ് ടൂറും ഉണ്ട്. ഇപ്പോൾ ചില നേരങ്ങളിൽ അവർ ഗൈഡഡ് ടൂറുണ്ട്. അപ്പോൾ ഒരു ലേഡി നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരും. പക്ഷേ ഇത് നമുക്ക്
അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചുമ്മാതെ നമ്മൾ തന്നെ പോയാലും അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയായിട്ടത് ഇവിടെ ഇവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കണ്ടത് ഇവിടെയാണ്. ഈ കാണുന്നത് മെഡിസിനിൽ 1950 കിട്ടിയ നൊബേൽ പ്രൈസാണിത്. ഇതിനു മുമ്പ് സ്വീഡനിൽ നൊബേൽ പ്രൈസ് കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ടും അതേപോലെ ഓസ്ലോയിലെ നൊബേൽ പീസ് സെൻറ്ററിൽ പോയിട്ടും നൊബേൽ പ്രൈസ് കണ്ടിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് നൊബേൽ പ്രൈസ് ആദ്യമായിട്ട് കണ്ടത്. അതൊരു വലിയൊരു കാഴ്ച തന്നെയായിരുന്നു. ഈ കാണുന്നതെല്ലാം പഴയ കാലത്ത് മെഡിസിനിൽ യൂസ് ചെയ്തിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അന്നത്തെ സർജറിക്കും ഒക്കെ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ്. അതൊക്കെ അവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അന്നത്തെ സിസേഴ്സ്, പിന്നെ സ്കാൽപ്പൽസ്, അങ്ങനത്തെയൊക്കെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇത് ശരിക്കും ഒരു ഹിസ്റ്ററിയാണ്, ഹിസ്റ്ററി ഓഫ് മെഡിസിൻ. എന്തുമാത്രം അത് ഇവോൾവ് ചെയ്ത് വന്നു എന്നുള്ളത് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം. പഴയ എക്യുപ്മെൻറ്റുകൾ, ഫോഴ്സിപ്സ്, ട്വീക്സ്, അതൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള ബിൽഡിങ്സിനെല്ലാം തന്നെ ഒന്നുകിൽ വാക്ക് വേസിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ടണൽസിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇവിടെ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഹോസ്പിറ്റലിൻ്റെ ഓരോ ഏരിയയിലേക്കും ചെല്ലാൻ പറ്റും. അതായത് സ്കൂൾ ഓഫ് മെഡിസിൻ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്ന ഓരോ ബിൽഡിങ്ങിലും അതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനും, അതേപോലെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. എല്ലാം നല്ല നീറ്റായിട്ടും ഭംഗിയായിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഇവിടെ ഒരു മോഡേൺ ബിൽഡിങ് കാണുന്നുണ്ടും. ഇതും മേയോ ക്ലിനിക്കിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പാർട്ടായിട്ടാണ്. അപ്പോൾ ഒരു ഈവനിങ്ങിലൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്നതും വളരെ രസമാണ്. ഇപ്പോൾ പേഷ്യൻസായിട്ട് വരുന്നവരുടെ ബൈസ്റ്റാൻഡേഴ്സ്, റിലേറ്റീവ്സിനൊക്കെ ആണെങ്കിലും അവർക്ക് കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും ഈ ഏരിയയിൽ. അപ്പോൾ ആ ഒരു ടോട്ടൽ ഏരിയ ഒരു മെയിൻ USA സിറ്റീസ് പോലെയല്ല. ഇതൊരു ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതിൽ കുറേയൊക്കെ മേയോ ക്ലിനിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള വീടുകളും ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഒരു ബിൽഡിങ് കണ്ടായിരുന്നു. അപ്പം ആദ്യം നമ്മൾ വിചാരിച്ചത് ഇതെന്തോ വീടാണോ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായി ഇത് മേയോ ക്ലിനിക്കിൻ്റെ പാർട്ടാണ്. വലിയ ഡിസ്റ്റിങ്വിഷ്ഡ് ഗസ്റ്റ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇവിടെയൊക്കെയാണ് സെഷൻസ് ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ മീറ്റിങ്സ് ഒക്കെ നടത്തുക. അപ്പോൾ അതിനൊക്കെയുള്ള ഏരിയാസാണിത്. അപ്പം നമ്മളിവിടെ ചെന്നപ്പം ഏതോ ഒരു വലിയൊരു കോൺഫറൻസിൻ്റെ ഒരു ബോർഡൊക്കെ കണ്ടായിരുന്നു അവിടെ. നല്ല ഭംഗിയുള്ള ഗാർഡനൊക്കെ ഇവിടെയുണ്ട്. ഈ കാണുന്ന ഈ ഏരിയയാണ് ഇവിടുത്തെ ഡൗൺ ടൗൺ റോച്ചസ്റ്റർ. ഇവിടെ കഫേസ്, ചെറിയ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ കുറച്ച് ലൈവ്ലി ആയിട്ടുള്ള സ്പേസ് അതൊക്കെയുണ്ട്. അപ്പം ഇവിടെ വരുന്നവർക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനും, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാൻ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകാൻ, അപ്പോൾ അതിനൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡൗൺ ടൗൺ റോച്ചസ്റ്ററിൻ്റെ ബോർഡ്. പിന്നെ ഇവിടെ ഒരു തിയേറ്ററുണ്ട്. അതൊരു സർപ്രൈസിങ് ആയിരുന്നു. അവർ ഈവൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ. പിന്നെ ബാക്കിയുള്ളത് ഈ ഹോസ്പിറ്റലിൻ്റെ പാർട്ടൊക്കെയാണ്. ഇതും മേയോ ക്ലിനിക്കിൻ്റെ സൈഡിൽ. പിന്നെ ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ട്. അത് നമുക്ക് ആ വാക്ക് വേയിലൂടെ പോയാൽ പബ്ലിക് ലൈബ്രറിയിൽ കയറാം. വളരെ നല്ലൊരു പബ്ലിക് ലൈബ്രറി ആയിരുന്നു. ഞങ്ങളവിടെ പോയായിരുന്നു. നമുക്ക് അവിടെ ഇരുന്ന് വായിക്കാം. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ബോറോ ചെയ്യാം. നല്ലൊരു ലൈബ്രറി. പിന്നെ ഇവിടെ ഇങ്ങനെ ആ ഒരു ക്രീക്ക് പോലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ചൊരു വാക്ക് വേ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് നടക്കാം. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഈ റോച്ചസ്റ്ററിൻ്റെ ഈ ഏരിയയിലുണ്ട്. ഈ ഏരിയയിലെ ബിൽഡിങ്സ് ഒക്കെ കണ്ടാൽ കുറച്ചൊരു ന്യൂ സിറ്റിയാണെന്ന് തോന്നുന്നു. അത് കാരണം കുറേയൊക്കെ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടായിട്ട്. ഇതിപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഹിൽട്ടൺ റോച്ചസ്റ്റർ ഹോട്ടലാണ്. അപ്പം ഈ ഹോട്ടലിനെയും മേയോ ക്ലിനിക്കുമായിട്ട് വാക്ക് വേയിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പുതിയ ഏരിയാസാണ്, പുതിയ ബിൽഡിങ്സ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ആളുകളോടൊക്കെ സംസാരിച്ചപ്പോഴും അവരൊക്കെ പറയുന്നത് ഒരു മേയോയുടെ ഒരു കൺട്രോളിലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഭയങ്കര നീറ്റായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആളുകളെല്ലാം വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു US ഒരു ചെറിയൊരു ഏരിയയാണിത്. അപ്പോൾ ഇവിടുന്ന് ഈ മേയോ വുഡ് എന്നും പറഞ്ഞിട്ട് മേയോ ഹോസ്പിറ്റലിൻ്റെ ഓണറിന് താമസിച്ചിരുന്ന ഒരു വീടുണ്ട്. അതൊരു 10-15 മിനിറ്റ്സ് മേയോ ക്ലിനിക് ഏരിയയിൽ നിന്ന് മാറിയിട്ടാണ്. അവിടെ ഒരു മ്യൂസിയമായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടോട്ട് പോകുന്നതാണ് ഇപ്പം. അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും ഇങ്ങനത്തെ ഈ ഏരിയയിലോട്ടില്ല. അപ്പം നമ്മളൊരു യൂബർ എടുത്തിട്ട് ഒരു 10-15 മിനിറ്റ്സ് യാത്ര ചെയ്തപ്പോൾ ഈ മേയോ വുഡ് എന്നുള്ള അവരുടെ ആ ആൻസിസ്ട്രൽ ഹോമാണ്. അപ്പോൾ അവിടെ ശരിക്കും മ്യൂസിയമായിട്ട് വെച്ചിട്ടുണ്ട് അവർ. ഒരു ചെറിയ എത്രയോ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കയറി കാണാം. അത് അവർ നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചേക്കുകയാണ്. ആകെയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അതിനകത്തുനിന്ന് വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അവരത് വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മളോട് പറയും, നിങ്ങൾ അകത്തു നിന്നൊന്നും എടുക്കരുത്. പക്ഷേ നമുക്ക് ചുറ്റുപാടൊക്കെ കാണാം.
അതൊരു ചെറിയ ഒരു കാട് പോലുള്ള ഒരു ഏരിയയാണ്. അതാണത് മേയോ വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളിലെ ഒരു മാൻഷനാണിത്. ഇപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ടുള്ള ആ ഒരു യാത്രയിലാണ് നമ്മൾ. ഇപ്പോൾ ഇതാണ് ഈ മേയോ വുഡിലെ ആ മാൻഷൻ. അപ്പോൾ ഇതിനകത്ത് ഗൈഡഡ് ടൂറുകളുണ്ട്. അപ്പം നമ്മൾ രാവിലത്തെ ഒരു ഗൈഡഡ് ടൂറായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ടായിരുന്നു. അതിനുള്ളിൽ മഹാത്മാഗാന്ധിയുടെ ഒപ്പുവെച്ച് എന്തോ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു ഫോട്ടോ കണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിനുള്ളിലുണ്ട്. പിന്നെ അന്ന് യൂസ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ, അവിടുത്തെ ഗിഫ്റ്റുകൾ അവർക്ക് കിട്ടിയിരുന്നത്, അവർ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവിടുന്ന് മനസ്സിലാക്കിയെടുത്തോളം അവരുടെ ഫാമിലി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരത് ഗവൺമെൻറ്റിന് അത് വിട്ടുകൊടുത്തു. അങ്ങനെ അതിനെ ഒരു മ്യൂസിയമായിട്ട് പ്രിസർവ് ചെയ്യാനായിട്ട് മേയോ ഫാമിലി അത് ഗവൺമെൻറ്റിന് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ് അത് നന്നായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ഇതേപോലത്തെ ഗൈഡഡ് ടൂറൊക്കെ വെച്ചിട്ട് അവർക്കൊരു ചെറിയൊരു റവന്യൂ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് വെച്ച് അവിടെ അവരത് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ആ ഒരു മേയോ ഫാമിലിയുടെയും ആ ഒരു മേയോ ക്ലിനിക്കിൻ്റെയും ആ പേര് നിലനിർത്തുന്ന രീതിയിൽ തന്നെ അവരത് നന്നായിട്ട് അതിനെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം നമ്മളുടെ കേരള മുഖ്യമന്ത്രി ഇപ്പം പലതവണ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് ഇവിടെയാണ്. ഇതാണ് സെയിം മേയോ ക്ലിനിക്ക് റോച്ചസ്റ്റർ. അപ്പോൾ ഇവിടെയാണ് ആ ട്രീറ്റ്മെൻറ്റിനൊക്കെ വരുന്നത്. അപ്പോൾ വളരെ നല്ല ലെവലിലുള്ള ഹെൽത്ത് കെയർ ഉള്ളത് കൊണ്ടാണ് ലോകത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നും പലരും ഇവിടുത്തെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം പഠിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ടത് ആ രാജ്യത്ത് കൊണ്ടുപോയി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാൻഷനിൽ നമ്മളൊരു 2 hours ഒക്കെ സ്പെൻഡ് ചെയ്ത് നല്ലതായിരുന്നു. നല്ല രീതിയിൽ അതിനകം എല്ലാം നമ്മൾ കണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഊബറൊക്കെ വിളിച്ചിട്ട് തിരിച്ച് നമ്മൾ റോച്ചസ്റ്ററിലേക്ക് പോകുമായിരുന്നു. ഈ റോച്ചസ്റ്ററിൻ്റെ ഈ ഏരിയയിൽ നിന്ന് മിനിയാപോളിസ് വരെ ഒരു 1 hour പോലും ഇല്ല ഫ്ലൈറ്റ്. ഇതായിരുന്നു പറഞ്ഞു ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടെന്ന്. അപ്പം നമ്മളൊരു ഈവനിങ്ങിൽ അവിടുത്തെ ഒരു പ്രോഗ്രാം കാണാൻ പോയായിരുന്നു. അതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ റോച്ചസ്റ്റർ ട്രിപ്പ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ അവിടുത്തെ ചില ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.